ആടിനെ ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന എല്ലാ മലയാളികൾക്കും അതിനെ സപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മീഡിയയ്ക്കും മെയിൻ സ്ട്രീം മീഡിയയ്ക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതൊരു വളരെ ടഫായിട്ടുള്ളൊരു കോളായിരുന്നു. കാരണം നമ്മളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ആ സമയത്ത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം വലിയൊരു ബഡ്ജറ്റിൽ വലിയൊരു ക്യാൻവാസിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു. ഒരുപാട് റിസ്ക് അതിനകത്ത്. ബിക്കോസ് മിഡിൽ ഈസ്റ്റ് പോലൊരു മാർക്കറ്റിൽ എന്താവും എന്ന് ആർക്കും ഇത് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക വളരെ എളുപ്പമായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ധൈര്യം തന്നത് എൻ്റെ പാർട്ട്ണറായ കാവ്യ ഫിലിംസ് ആൻഡ് വേണു കുന്നപ്പള്ളിയാണ്. കാരണം അദ്ദേഹം ദുബായിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ കൺട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിൻ്റെ ഭരണാധികാരികൾക്ക് അറിയാം, ഇവിടുത്തെ ജനങ്ങൾക്ക് അവരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, അവർ തിയേറ്ററിലേക്ക് വരും, ഈ നല്ല സിനിമയെ നമ്മുടെ നല്ല കാര്യങ്ങൾക്കായിട്ട് അവർ എന്തായാലും തിയേറ്ററിലേക്ക് വരും. അതേപോലെ തന്നെ സംഭവിച്ചു. ഗംഭീരമായ ഒരു വരവേൽപ്പാണ് മിഡിൽ ഈസ്റ്റിൽ ആട് എന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 4 ലക്ഷത്തോളം ജനങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ മാത്രം കഴിഞ്ഞ 4 ദിവസം ആട് സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്. അത് ഞങ്ങൾക്ക് അത് നമുക്ക് മാത്രമല്ല മലയാളം ഇൻഡസ്ട്രിക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. ഞങ്ങൾ റിലീസ് ചെയ്തതോടുകൂടി മറ്റുള്ള ഏറ്റവും വലിയൊരു കാര്യം സംഭവിച്ചത് തിയേറ്റർ ഇൻഡസ്ട്രിക്ക് ഒരു വലിയ ആശ്വാസമാണ്. ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് വന്നിരുന്നു. ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തിയേറ്റർ ഓണേഴ്സ് നമ്മളെ വിളിച്ചിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു റിസ്ക് എടുക്കുകയും അത്രയും വലിയൊരു തീരുമാനം എടുക്കുകയും ചെയ്തത് മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു ഉണർവ് നൽകി. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് കോൾസിൽ ഒരുപാട് നന്ദി പറഞ്ഞിരുന്നു. അതിനും ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഓൺലൈനിലൂടെ അടുത്ത ആട് ഫോറിൻ്റെ കഥ എന്തായിരിക്കും എന്ന് ഓൺലൈൻ മീഡിയയിലൂടെ തന്നെ പലരും പ്രവചിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ കഥ എന്തായിരിക്കും എന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു. അതൊക്കെ സിനിമ കണ്ടപ്പോൾ എല്ലാവർക്കും എന്നോട് ഉത്തരം കിട്ടിയിട്ടുണ്ടായി. ഓട്ടുമിത് ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി. വിജയേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ സിനിമ റിലീസ് ചെയ്തു. അത് ഒരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ 2ാമത്തെ മികച്ച വീക്കെൻഡ് കളക്ഷനുമായി ആട് 3 മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ. കാരണം തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയ സിനിമയുടെ ഒരു 3ാം ഭാഗം പ്രേക്ഷകർ തിരിച്ചു കൊണ്ടുവന്ന് 3ാം ഭാഗവും വലിയ വിജയമാക്കി തീർക്കുക എന്ന് പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു എന്താ പറയുക പ്രതിഭാസം എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ ഈ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആട് ഫ്രാഞ്ചൈസിൻ്റെ ഫാൻസിനോടും മലയാള സിനിമയുടെ പ്രേക്ഷകരോടും നന്ദി പറയുകയാണ്. നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും ബലത്തിലാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം ഔപചാരികതകളും ഫോർമാലിറ്റികളൊന്നുമില്ല. അതേപോലെ നമുക്ക് ആടിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കൊക്കെ കടക്കാം. ആട് 1 2 ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. ആട് 3 വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനായാലും വിജയനായാലും നമ്മളെ കൂടെ നിർത്തി. അതിൽ ഒത്തിരി സന്തോഷം. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ തമ്പുരാനോടും അതുപോലെ തന്നെ ഇതിനോടും വിജയനോടും അതുപോലെ തന്നെ വീണസാറിനോടും എല്ലാവരോടും ഒത്തിരി നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനൊരു എക്സ്പീരിയൻസ് തന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ആദ്യം തന്നെ മിഥുൻ ചേട്ടനോടും വിജയ് ചേട്ടനോടും നന്ദി. എനിക്ക് സ്റ്റെല്ല എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്നതിന്. എല്ലാവരും പറയുന്നത് ഞാൻ പാപ്പനെ തേച്ചെന്ന്. ഞാൻ പാപ്പനെ തേച്ചിട്ടില്ല. അത് ഞാൻ പാപ്പനോട് പറഞ്ഞു, പക്ഷെ പാപ്പൻ എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞില്ല. എന്തായാലും സ്റ്റെല്ല എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ എല്ലാവരും സ്വീകരിച്ചു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ മിഥുൻ ചേട്ടൻ്റെ 3ാമത്തെ സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. 3 സിനിമയും ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്. ഒരുപാട് സന്തോഷം. അതന്നെ
ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ആടിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇരിക്കാൻ സാധിച്ചത്. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ചിത്രം പൂർത്തിയായത്. അത് വിജയ് ചേട്ടനും ഇതിനും ഇവരൊക്കെ എടുത്ത ആ ഒരു റിസ്ക് നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഒരുപാട് സന്തോഷം ഈ ഒരു വിജയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ ഒരു പ്രസ് മീറ്റിൽ ഇരിക്കാൻ സാധിച്ചത്. സോ താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഇങ്ങനെ പറയുന്ന പോലെ ഇത്രയും മീഡിയ ടീമിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ ആരുടെ ടീമിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേദി ഷെയർ ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി പോലെ തന്നെയാണ്. കാരണം സക്കരയുടെ ഗർഭിണികൾ തൊട്ടിട്ട് ഞാൻ ഫ്രൈഡേയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രൈഡേയുടെ ഫിലിമിലാണ്. അപ്പോൾ ഫ്രൈഡേയിലെ കൂടെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആരുടെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് കമ്മിങ് ബാക്ക് ടു മൈ ഫാമിലി. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ ഇത്ര എഫോർട്ട് എടുത്ത് വന്നതിൽ ഇങ്ങനെ റിസൾട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നോ കമൻസ് എന്നാണ് ഞാൻ ഉത്തരവായിട്ട് പറയാറുള്ളത്. ഇപ്പോ വന്നിരിക്കുന്ന ഈ ഗ്രോസ് കളക്ഷന്റെ ഒരു 70-75% അതിന്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. കാൽക്കുലേറ്റ് ചെയ്തോളാം. ഈ ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പരിചയപ്പെടുന്ന ഷോ കാണുന്നു. ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു ടെൻഷൻ പ്രൊഡ്യൂസറിനും ഡയറക്ടറും ഉണ്ടായിരുന്നു. ആദ്യ ഷോയിൽ നമുക്കറിയാം നമ്മുടെ ആളുകളാണ് കൂടുതൽ ഷോ കാണുന്നത്. അതിനുശേഷമാണ് ആ ഷോയ്ക്കൊരു നമ്മൾ റിവ്യൂസ് ആണെങ്കിൽ നല്ല റിവ്യൂസ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിവ്യൂസ് വരുന്നുണ്ട്. ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? ഡയറക്ടറും പ്രൊഡ്യൂസറും ആദ്യ ഷോ എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത് അതിന്റെ ഷൂട്ട് ഫുട്ടേജ് മുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 70-ാമത്തെ 75-ാമത്തെ ഷോ ആയിരുന്നു തിയേറ്ററിൽ വന്ന ആദ്യത്തെ ഷോ. അപ്പോൾ ആദ്യ സീൻ കണ്ടപ്പോൾ തൊട്ടുള്ള റിലീസ് വരെയുള്ള ടെൻഷൻ അങ്ങനെ തന്നെ. കാരണം നമ്മൾ പുതിയൊരു ജോണറാണ് ട്രൈ ചെയ്യുന്നത്. പുതിയൊരു ജോണർ, അത് ഒരു കോമഡി സിനിമയിൽ നിന്നും ഒരു ഫൺ ഫാന്റസി, എപ്പിക് ഫാന്റസി ജോണറിലേക്ക് മാറുമ്പോൾ അത്രയും വലിയൊരു ബഡ്ജറ്റിൽ അത്രയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് റിലീസ് ചെയ്യുമ്പോൾ ഒരു റൈറ്റ്സിന്റെ, അതായത് നമ്മൾ OTT റൈറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സിന്റെ ചർച്ചകളിലേക്ക് പോകുമ്പോൾ സാധാരണ പ്രീ റിലീസ് നമ്മൾ സിനിമകൾ കാണിക്കുമ്പോൾ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ഏത് സിനിമയും റിലീസ് ചെയ്യുമോ എന്നുള്ള സംശയത്തിൽ ഒരു ചാനൽ പോലും അല്ലെങ്കിൽ ഒരു OTT ചാനൽ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറായിരുന്നില്ല. റിലീസ് ആയിട്ട് ഏത് സിനിമ ഇറങ്ങുന്നതിന്റെ തലേന്ന് പോലും ചിലപ്പോൾ റിലീസ് മാറ്റി വെക്കാം എന്നുള്ളൊരു അവസ്ഥയിൽ 100% റിസ്കിൽ മാത്രമാണ് ആടിറങ്ങിയത്. അപ്പം അത് ഇങ്ങനെയൊരു വിജയത്തിലേക്ക് വന്നാൽ മാത്രമേ ബ്രേക്ക് ഈവൻ ആവുള്ളൂ എന്നുള്ളത് വ്യക്തമായ ധാരണ എനിക്കും വേണുചേട്ടനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റീസണിൽ ഞാൻ അത്യാവശ്യം ടെൻഷൻ ആയിരുന്നു. ബിക്കോസ് ഒരു 100% അഭിപ്രായം വരണം എന്നായിരുന്നു നമ്മുടെ എല്ലാവരും. പക്ഷെ 95% ആളുകൾ ഈ സിനിമ കണ്ടവർ വളരെ ഗംഭീരമായ അഭിപ്രായം പറഞ്ഞു. അത് ഞാൻ ആദ്യ ദിവസത്തെ തിയേറ്ററിൽ ഞാൻ പകുതി സമയം ഉണ്ടായിരുന്നുള്ളൂ. പകുതി സമയം ഞാൻ ഓൺലൈനിൽ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയായിരുന്നു. എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ കിട്ടി തുടങ്ങി. സോ ഐ വാസ് ഫീലിംഗ് ബെറ്റർ. ആസ് യൂഷ്വൽ മിസ്റ്റർ മിഥുൻ തോമസ് മുങ്ങിയിരുന്നു, ഷോയ്ക്ക് വന്നില്ല. അദ്ദേഹം അണ്ടർവേൾഡിലായിരുന്നു. റിലീസിന് ശേഷം എൻ്റെ കോള് വന്നതിന് ശേഷം തമിഴ്നാട്ടിലോട്ട് പോകണോ അതോ തിരിച്ച് കേരളത്തിലേക്ക് വരണോ എന്നുള്ള രീതിയിൽ ബോർഡറിലായിരുന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. കറക്റ്റ് അല്ലേ? ഏറ്റവും ബെസ്റ്റായിട്ട് പോകട്ടെ എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു പാറ്റേൺ നിങ്ങൾക്കറിയാം. ഒരു സിനിമ അങ്ങനെ ഒരു പാറ്റേൺ, എൻ്റെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിട്ടുള്ള സിനിമയുടെ ഇത്രയും ഇങ്ങനൊരു കളക്ഷൻ എനിക്ക് ഇത് എൻ്റെ ലൈഫിലും ആദ്യമാണ്. നമ്മൾ ഏതൊരു പ്രൊഡ്യൂസറിന്റെ ഡ്രീമാണ് ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മാസ് ഹിറ്റ് അടിക്കണം. അത് ഇപ്പം ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 14 വർഷമായി. ഇപ്പൊ ഈ 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാസ് ഹിറ്റിലേക്ക് വന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും എനിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാം,
നിങ്ങൾ ഇതിനു മുമ്പ് പല ഇതില് ഇത് എത്ര വരാം എനിക്കും അറിയില്ല, ഞാനും ഇതിൽ പുതിയതാണ്. അപ്പം നമ്മുടെ ഒരു ഗെസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഓക്കെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് അത് ബ്രേക്ക് ഈവൻ ആവുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു ഹിറ്റായി ഇത്രയും വലിയ ഗ്രോസ് വന്നിരിക്കുന്നു. മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓക്കെ ഐ ഹാവ് ടു സെൽ ദ റൈറ്റ്സ്, ബ്രേക്ക് ഈവൻ ചെയ്യുക എന്നുള്ളത്. ഞാൻ അങ്ങനെ ഒരു ഫിഗറിലേക്ക് നോക്കിയിട്ട് അത് എത്തട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല. എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് അപ്പോൾ ഇതും ഞാൻ എൻജോയ് ചെയ്യാണ് എക്സ്പീരിയൻസ്. എത്രയാവട്ടെ എന്ന് ഞാൻ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അറിയില്ല എത്ര വന്നാലും ഓക്കെയാണ്. പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആണ് പാർട്ട് 2 എന്നുള്ളതാണ്. ഇപ്പോൾ വിജയ് ചേട്ടനും പറഞ്ഞിരുന്നു ഇത് വലിയ ഹിറ്റായാൽ മാത്രമേ അതിലേക്ക് കടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും ഏകദേശം ഉത്തരവായിട്ടുണ്ട്. ഹിറ്റുമായി, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. എന്നാണ് ഡേറ്റുകൾ ലോക്ക് ചെയ്ത് ഷൂട്ട് തുടങ്ങുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്കൊരു മണ്ഡലത്തിനെ പറ്റിയത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഷൂട്ട് തുടങ്ങി. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ്. എല്ലാ കാലത്തും ആടുമായിട്ട് എവിടെ പോയാലും മഴ പെയ്യുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ പിന്നെ മഴക്കാലത്തോടെ തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളും ഷെഡ്യൂൾ ബ്രേക്കുകളും എല്ലാം അത് അങ്ങനെ വന്നു. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ മഴയൊന്നും ഒതുങ്ങിയിട്ട് എല്ലാവരുടെയും നിങ്ങൾക്ക് എപ്പം മഴ വേണമെന്ന് ഷൂട്ട് വെച്ചാൽ മഴ പെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ കാലാവസ്ഥയുടെ ഒരു ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ. തമിഴ്നാട്ടിൽ 10 വർഷമായിട്ട് മഴ പെയ്യാത്ത ചില സ്ഥലങ്ങളിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാവുന്ന ഫ്രീ ആയിട്ട് ലൊക്കേഷനൊക്കെ തരാമെന്ന്. അത് മാത്രമല്ല, അത് നിങ്ങൾ കാണാൻ ഇത്രയും ആർട്ടിസ്റ്റുകളെ കഴിഞ്ഞ ഏകദേശം 10 മാസം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അതായത് കഴിഞ്ഞ മെയ് തൊട്ടിട്ട് ജനുവരി വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അവർക്കെല്ലാം അത്യാവശ്യം കമ്മിറ്റ്മെന്റുകൾ ഉണ്ട്. ഇപ്പൊ ജയസൂര്യ ആണെങ്കിൽ പോലും കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം പാടിന് ശേഷമാണ് 1-2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തീർക്കണം. അത്യാവശ്യം നല്ല പ്രീ പ്രൊഡക്ഷൻ വേണ്ട ഒരു സ്ക്രിപ്റ്റാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റുകളും ഈ പറയുന്ന അതിന്റെ എന്തൊക്കെ ലൊക്കേഷൻസും അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്ത് മഴയില്ലാത്തൊരു സമയം നോക്കി ഞങ്ങളത് ഷൂട്ടിങ് ആരംഭിക്കുന്നതായിരിക്കും. അതാണ് നമ്മളോടുകൂടി എൻ്റെ ആശങ്കയെല്ലാം പറയുന്നത്. കാരണം പൊളിറ്റിക്കൽ സത്യം നമുക്ക് പിടിക്കാം. നമ്മൾ കരുതി കൂട്ടിയ ആളുകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാനായി സീരിയസ് സിനിമയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരുപാട് ചർച്ചകളും മറുചർച്ചകളും ഒക്കെ ആയിട്ട് വിവാദങ്ങളൊക്കെ വരിക. ഇത് ശുദ്ധമായ ആക്ഷേപഹാസ്യം, പൊളിറ്റിക്കൽ സറ്റയറാണ്. അത് അങ്ങനെ ഒരു സാധനം നമ്മുടെ പടത്തിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ പറഞ്ഞനുസരിക്കുമെന്ന് തന്നെയായിരുന്നു. ആ സ്പിരിറ്റിൽ തന്നെ ഇന്ന് വരെ ആളുകൾ എടുത്തിട്ടുള്ളൂ. ആട് 1 മുതൽ 1-2 പേര് പേഴ്സണൽ മെസ്സേജ് ആട് 1 അയച്ചു വിളിച്ചാൽ ഇതുവരെയും PP ശശിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ആരും ഒരു എതിരഭിപ്രായം ഇതുവരെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അത് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ സിനിമ കണ്ടവരൊക്കെ സാത്താൻ സേവിയറിന്റെ ഇൻട്രൊഡക്ഷനെ പറ്റി സംസാരിക്കുന്നത്. ഒരു പക്ഷേ നായകന് കിട്ടിയതിനേക്കാൾ ഒരു ഗംഭീരമായ ഇൻട്രൊഡക്ഷനാണ് സണ്ണി വെയിന് കൊടുത്തത്. ഞാൻ പറഞ്ഞ ആ സ്പോയിലർ ഇല്ലാതെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ സെറ്റ് ചെയ്തതിനെ പറ്റി ഒന്ന് സംസാരിക്കുന്നുണ്ട്. കാരണം അത് ഭയങ്കര ഹൈ ആയിരുന്നു തിയേറ്റേഴ്സിൽ. ഒരു മൂന്ന് പ്രധാനപ്പെട്ട ഹൈ മൊമെന്റ്സ് ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഉണ്ട്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്തത്? സണ്ണിച്ചന്റെ ക്യാരക്ടർ സാത്താൻ കറക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളും നായകന്മാരാണ്. അപ്പൊ അതൊരു നായകൻ തന്നെയാണ്. അത് മറ്റൊരു ഈ ഇൻട്രോസ് കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ആവേശപ്പുറത്ത് ആട് 1 അത്ര ഇൻട്രോസ് കൊടുത്തു. പിന്നെ ആട് 2 ആയപ്പോഴത്തേക്കും ഇൻട്രോസ് എനിക്കൊരു ബാധ്യതയായി. കാരണം ഓഡിയൻസ് പ്രതീക്ഷിക്കും. ആട് 3 ആകുമ്പോഴത്തേക്കും 14 ഇൻട്രോസ് ആയി. ലാസ്റ്റ് പടം മുഴുവൻ മറ്റേ ഇൻട്രോ മാത്രമാകും എന്നുള്ള ആശങ്ക വരെ ആടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്തത് സാത്താൻ സേവിയറിന്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വൈൽഡ് കാർഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. എല്ലാ സിനിമയിലും കുറച്ചേ വന്നിട്ടുള്ളൂ. ഇതിലാണ് സാത്താൻ സേവിയർ നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പം അതൊരു പിന്നെ ആട് 2-ല് എനിക്ക് സാത്താൻ സേവിയർ എന്നുള്ള എൻട്രി കൊടുക്കാൻ പറ്റില്ല. അന്ന് മഴയൊക്കെ പെയ്ത് ആകപ്പാട് ഇരുട്ടായി, ആകപ്പാടെ പ്രശ്നമായി. ഞങ്ങൾ വിചാരിച്ച ഒന്നും നടന്നില്ല. പെരുമഴ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഇത്തവണ സാത്താൻ സേവിയറിന്റെ എൻട്രി തകർക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോൺസെപ്റ്റിലേക്ക് ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ അത് അവിടെ നമ്മുടെ ഡയറക്ടർ അനീസ് നാടോടിയും പിന്നെ നമ്മുടെ ഗണ്ണിന്റെ ടീമുകളും അവരാണ് തീയും പരിപാടിയൊക്കെ ആയിട്ട് അത് പറഞ്ഞാൽ ഇനി സ്പോയിലറായി. അപ്പോൾ എന്താണെങ്കിലും ഇത്തവണ സണ്ണിച്ചിന് അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു എൻട്രി. പിന്നെ ഇത്തിരി അണ്ടർവേൾഡ് ഷെയ്ഡുള്ള ക്യാരക്ടറാണല്ലോ, പുള്ളിക്ക് അത് കൊടുക്കാം. പക്ഷെ ഷാജി പാപ്പനോ സാബത്ത് ഷെയ്ഡൊന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല.
ഇപ്പൊ ഡ്യൂഡിന് പോലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ബാങ്കോക്കിൽ എന്തെങ്കിലും കൊടുക്കാന്നല്ലാതെ പുള്ളി നമ്മളൊരു വൺ കില്ലറായിട്ടൊന്നുമല്ലോ കാണിച്ചിരിക്കുന്നത്. പുള്ളി എപ്പിക് ചേസുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ പുള്ളി ഇങ്ങനെ 1000 പേരെ വെട്ടിക്കുന്നു എന്നും പറഞ്ഞില്ല. ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കാവുന്ന ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സാത്താൻ സീവറിന് അങ്ങനെ ഒരു എൻട്രി സെറ്റ് ചെയ്തത്. ഒരുപാട് ഇനി ഫോർത്തിലേക്ക് വരുമ്പോൾ ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ ഡീറ്റെയിലിംഗ് ആണ്. അപ്പൊ ഇപ്പൊ ഷൂട്ട് ചെയ്തിരുന്ന കട്ട് ചെയ്ത് വേണ്ടി വന്നത് ഫോർത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഫോർത്തിൽ ഉപയോഗിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും ഇദ്ദേഹം ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോം ഒക്കെ ചെയ്യാവുന്ന ഒരു ഡയറക്ടേഴ്സ് കട്ടിനുള്ള സാധ്യത തെളിഞ്ഞാൽ അങ്ങനെ ഒരു കട്ട് നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ അങ്ങനെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ഡയറക്ടേഴ്സ് കട്ട് എന്നൊക്കെ പറയുന്ന ഒരു കട്ട് കാണാവുന്നതാണ്. അതിൽ ഇതെല്ലാം ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതിന്റെ ഡ്യൂറേഷൻ പ്രശ്നമില്ല. 3.5 മണിക്കൂറായാലും ആളുകൾ ഇതിന്റെ ഒരു ഡയറക്ടേഴ്സ് കട്ട് കാണുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഒരു പോസിബിലിറ്റിയാണ് കേട്ടോ. അങ്ങനെ സിനിമകൾ വരാറുണ്ടല്ലോ, വന്നാൽ അപ്പോൾ കാണാം. ഫോർത്തിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തതല്ല. ആദ്യം തിയേറ്റർ റൺ കഴിയട്ടെ, അതിനുശേഷം അങ്ങനെ നേരത്തെ തന്നെ കുറിച്ച് പോസിബിലിറ്റി പറഞ്ഞിരുന്നു. എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു വേർഷൻ പ്രാക്ടിക്കലി പോസിബിൾ ആണ് ചെയ്യും. പിന്നെ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേ നല്ല സീനുകളൊക്കെ നമ്മൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അപ്രത്യക്ഷമാവും. അതിന് നമുക്ക് എനിക്ക് ആദ്യത്തെ സിനിമയിൽ ഭയങ്കര വിഷമം. ഇദ്ദേഹം പറഞ്ഞത് അത് ട്രിം ചെയ്യാൻ തൊടാൻ പറ്റില്ല എന്റെ പടത്തിൽ എന്നൊക്കെ പറഞ്ഞ ആളാണ് ഞാൻ. പിന്നീട് നമുക്ക് നല്ല സീൻ മോശം സീൻ എന്നില്ല. കാരണം കഥ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഒരൊറ്റ ടാർഗറ്റിലേക്ക് നമ്മൾ ലോക്കാവും. അപ്പോൾ ഒരുപാട് സീനുകൾ ഇങ്ങനെ ചിലപ്പോൾ പോയിക്കൊണ്ടേയിരിക്കും. അത് പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റിൽ വരുമ്പം വായിച്ചു പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. വിഷ്വലി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര വേണമെന്ന് വരില്ല. അത് ഒരു 2ാമത്തെ 3ാമത്തെ സിനിമയ്ക്ക് ആയപ്പോൾ നമ്മൾ ആ ലോജിക്ക് നമുക്ക് അല്ലെങ്കിൽ ആ ഫ്ലോയെ കുറിച്ച് നമ്മൾ ബോധമുണ്ടാകുന്നത്. അപ്പം ഇതിൽ മാറ്റി വെച്ചിരിക്കുന്ന സീനുകൾ അടുത്തതിലേക്ക് വരില്ല. പക്ഷെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ്. ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണ് വൺ ലാസ്റ്റ് റൈഡോടുകൂടി ആട് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് വരുന്ന അതിനൊരു കൺക്ലൂഷനോടാണ് അത് നേരത്തെ തീരുമാനിച്ചത്. ഇത് റീവാമ്പ് ചെയ്യുന്ന പോസിബിലിറ്റി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ IP ആണ്. ഇദ്ദേഹത്തിന് അത് പുതിയ സെറ്റ് ഓഫ് ആളുകളെ കാസ്റ്റ് ചെയ്തുകൊണ്ട് 5-10 വർഷം കഴിഞ്ഞാൽ അത്രയും പോപ്പുലർ ആവുകയാണെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്തുകൊണ്ട് സ്പൈഡർമാനൊക്കെ വരാറില്ല. പുതിയ ഷാജി പാപ്പൻ ക്യാരക്ടേഴ്സ് ആണല്ലോ. പുതിയ ഷാജി പാപ്പൻ, പുതിയ സർവത്ത് ഷമീർ, കൊടുക്കില്ലേ, പുതിയ സർവത്ത് ഷമീർ, അങ്ങനെയും പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. എന്റെ ടേക്ക് എന്തായാലും അടുത്ത സിനിമയോട് കൂടി എന്റെ ആട് വേൾഡ് അവസാനിക്കും. അത് ഞങ്ങളുടെ ചാനലിന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ അല്ലെങ്കിൽ CEO ആയിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു സീനിയർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു സീരിയസ് പേഴ്സൺ ആയിട്ട് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്ത് പോകുന്നതാണ്. ഓൾവേസ് ലവ് ഹ്യൂമർ. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ആദ്യ സിനിമ കൊണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമകളിലും ഒരു ഹ്യൂമറിന്റെ ഫ്ലേവർ എന്നും ഉണ്ടായിരുന്നു. മക്കിപ്പനാണെങ്കിലും അടിയപ്പേര് കുട്ടമണിയാണെങ്കിലും ഹോമാണെങ്കിൽ കൂടി ആ ഫ്ലേവർ അത് ബിക്കോസ് ഐ ലവ് ഹ്യൂമർ ആസ് എ ജോണർ. ഞാൻ ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇതിനറിയാം. ഓരോ ഡയലോഗും ഞങ്ങൾ സീരിയസ് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ സംസാരിച്ചിട്ടില്ല. ഏറ്റവും സീരിയസ് സിനിമ ഇറങ്ങുന്നതിന്റെ തലേന്ന് പോലും ഞങ്ങൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. ഹോൾഡ് ചെയ്യുന്നൊരു പരിധിയുണ്ട്. അതായത് അവര് എല്ലാവരും ഈ സിനിമയുടെ റിലീസിന് 10 ദിവസം മുമ്പ് മുതൽ റോഡില് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ തിയേറ്റർ വിസിറ്റ്സ് കഴിഞ്ഞ ഇന്നലെ രാത്രി വരെ അവര് എല്ലാവരും കാലിക്കറ്റ്. ഇത് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും മാത്രം വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ വീണ്ടും ഉണ്ണിയൊക്കെ ഷൂട്ട് ചെയ്യാത്ത ദിവസം പോലും സെറ്റിൽ വരുന്നതാണ്. നീ ഉണ്ണിയെടുത്ത് നീ വീട്ടിൽ പോടാന്ന് പറഞ്ഞുകൊണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോ നമ്മൾ സക്സസ് മീറ്റ് നമുക്ക് എല്ലാവരും ഡെഫിനറ്റ്ലി നമുക്ക് എന്തായാലും ഇതൊരു സക്സസ് മീറ്റ് ഉണ്ടാവുമല്ലോ, സെലിബ്രേഷൻ ഉണ്ടാവും. അന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നമുക്ക് മീഡിയനെ കാണുന്നതായിരിക്കും. ആട് 1-ലുണ്ടായിരുന്ന ചെമ്പൻ ചേട്ടൻ ആട് 2-ലില്ല. ആട് 2-ലുണ്ടായിരുന്ന ബൈജു ചേട്ടൻ ആട് 3-ലില്ല. അപ്പൊ അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഇന്റൻഷനലി എടുത്തൊരു തീരുമാനമായിരുന്നു. അല്ല, സ്ക്രിപ്റ്റിന്റെ ഒരു പോക്ക് വെച്ചാൽ ഞാൻ അങ്ങനെ അധികമായ അമൃതം വിഷം കുറച്ചല്ലേ അതല്ല സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി വന്നപ്പം അങ്ങനെ ഒരു സാധ്യത ഇല്ലാതിരുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് ആട് 2-ല് ചെമ്പൻചേട്ടന്റെ ക്യാരക്ടറിനെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. കാരണം കഥ ഇങ്ങനെ ചേട്ടനെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ ആട് 3 ആയപ്പോഴത്തേക്കും നമ്മൾ വേറെ വഴിക്ക് പോയി. അപ്പം അങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ ബൈജുവേട്ടൻ്റെ പുതുപ്പച്ചായൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ സ്റ്റെല്ല ആട് 2-ലുണ്ടായിരുന്നപ്പം അങ്ങനെ ഒരു ട്രാക്ക് നമ്മൾ പിടിച്ചതായിരുന്നു. അത് പോസിബിലിറ്റീസ് ഇല്ലാതിരുന്നുകൊണ്ടാണ്. അല്ല നമ്മൾ ആരെയും എഴുതി വരുന്ന നമുക്ക് കുറേ കഥാപാത്രങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റാതെ പോകും. എഴുത്ത് പൂർത്തിയായ ശേഷം വായിച്ചു നോക്കുമ്പോൾ അയ്യോ ഇന്ന ആൾക്കാരില്ലല്ലോ എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുള്ളത്. ഈ പറയാൻ പറ്റില്ല, അടുത്തൊരു എപ്പിക് കൺക്ലൂഷൻ വരുമ്പോൾ ഇവരെല്ലാവരും ഇവരെല്ലാവരുടെയും കാരണം നമ്മുടെ ഫ്രാഞ്ചൈസ് തുടങ്ങുമ്പോൾ ആളുകളല്ലേ, എല്ലാവർക്കും ഒരു കൺക്ലൂഷൻ കൊടുക്കണമെന്നാണ് ആഗ്രഹം. അതും ഇനി സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോൾ ചിലപ്പോൾ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ഫൈനൽ ട്രിമ്മിങ് എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്താവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആഗ്രഹങ്ങൾ എല്ലാവരെയും ഒന്ന് കാണിച്ചു പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇല്ല, പുള്ളി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പറയാനും പറ്റില്ല. അതാണ് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മളെ നിർത്തിയത് പിന്നെ സ്പോയിലർ ആവുന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നില്ല. ഇപ്പൊ നിങ്ങൾ സമയത്ത് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്? വൻ ബുദ്ധിയാണ്. പഠിച്ച് SA സെലക്ഷന് പോയി എന്നിട്ട് SA ആയാലാണ്. അയ്യോ, വെറുതെ പോലീസിൽ കയറാൻ പറ്റുമോ? ബുദ്ധിയുണ്ട്. എന്തൊരു ബുദ്ധിയാണ് ചോദിച്ചു. അപ്പൊ ശരിക്കും ഇത് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പം ആടിനെ സിനിമ കഴിഞ്ഞപ്പോൾ ചേട്ടാ പെട്ടെന്ന് തീർന്നു പോയി സിനിമ കണ്ട്, ആ ക്രോസ് ഓവർ കഴിഞ്ഞ് പെട്ടെന്ന് തീർന്നു പോയി സിനിമ, പിന്നെ ഫസ്റ്റ് ഹാഫിന് കുറച്ച് ലെങ്ത് കൂടി, അങ്ങനെയൊക്കെ ഒരു ക്രിയാത്മക വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വിചാരിച്ച സിനിമയല്ല, ഞങ്ങൾ ആട് 2 പ്രതീക്ഷിച്ചാണ് വന്നത്. അപ്പോൾ ആദ്യമേ ഞങ്ങൾ പറഞ്ഞിരുന്നു ആട് 2 പോലൊരു സിനിമയല്ല, കാലഘട്ടത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്, എപ്പിക് ഫാന്റസിയിലേക്ക് മാറുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് അവസാനിച്ചതും ഈ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ലെങ്ത് കൂടിപ്പോയി എന്ന് പറയുന്നതും ഇനിയാണ് ആക്ച്വലി സിനിമ തുടങ്ങുന്നത്. ശരിക്കും ഞാൻ മനസ്സിൽ കണ്ട ഒരു സിനിമയുടെ ഇന്റർവെൽ വരെയുള്ള ഭാഗം, എൻ്റെ മനസ്സിൽ ഇന്റർവെൽ വരെയുള്ള ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഇപ്പം ശരിക്കും സിനിമ ഇന്റർവെല്ലായിട്ടേ ഉള്ളൂ. കാരണം കഥ പകുതിക്കല്ലേ നിൽക്കുന്നത്. ഇനിയാണ് ശരിക്കും നമ്മുടെ ഇതുവരെ വേൾഡ് ബിൽഡിങ്ങും അതിൻ്റെ പ്രിമൈസ് ബിൽഡിങ്ങും നമ്മൾ ഇഷ്യൂ പറഞ്ഞു വെക്കലുമാണ് നടന്നിട്ടുള്ളത്. ഇനിയാണ് ആക്ച്വലി ശരിക്കും സിനിമ തുടങ്ങുന്നത്. ശരിക്കും സിനിമ പകുതിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 1 എന്ന് പറഞ്ഞ് അപ്രപ്റ്റായിട്ട് നമ്മൾ നിർത്തിയത്. സമാപിച്ചു എന്ന് കരുതുന്ന പോലെ. ചെറിയ ആലോചന ഉണ്ടായിരുന്നു. അതും സ്പോയിലറായി പോകുന്നതുകൊണ്ട് പറയുന്നില്ല. വാട്ട് ഇഫ് ഞങ്ങളൊരു ചെറിയ പീസ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ വരാമല്ലോ. ഒരുപാട് ഒരു ചെറിയ ആലോചന ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പിന്നെ ഞങ്ങൾക്കത് അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ പിന്നീട് തോന്നി, ഇപ്പോൾ ഈ സമയത്ത് തോന്നുന്നുണ്ട്, ഇപ്പൊ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കട്ട് ചെയ്തതിൽ ഏതെങ്കിലും ഒരു സീനുകൾ വെച്ചിരുന്നെങ്കിൽ? ഇല്ല, ഇനി വെച്ചിരുന്നെങ്കിൽ വിഷ്വൽ ഗ്രാൻഡറുള്ള 1-2 സീനുകൾ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അക്ഷയ് രാധാകൃഷ്ണൻ അഭിനയിച്ച ഒരു അടിപൊളി സീൻ ഉണ്ടായിരുന്നു. ആ വില്ലേജിൽ ഉള്ള അതൊന്ന് വെച്ചിരുന്നെങ്കിൽ കൊള്ളാം. അത് അത്രയും പഞ്ചറസായിട്ട് 6-7 കുതിരകളൊക്കെ വെച്ച് ഞങ്ങളുടെ സിനിമയിൽ ഏറ്റവും മനോഹരമായ സീനുകൾ ഉണ്ടായിരുന്നു. അത് ഹ്യൂമർ വരുന്നു. അത് പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയിട്ടും അത് ഇനി അക്ഷയ് വിളിച്ചത് പറയണം. അക്ഷയ് സോറി, അതിതുവരെ ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡയറക്ടേഴ്സ് കണ്ടില്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കാണാം. കാരണം വളരെ ഗംഭീരമായിട്ടുള്ള സീനായിരുന്നു. അത്രമേൽ ഗ്രാൻഡ്യൂറുള്ള, അത്രമേൽ രസമായിട്ട് വന്നിട്ടുള്ള സീനായിരുന്നു. പക്ഷെ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. അതുപോലെ എനിക്ക് മോശമില്ലാത്ത നല്ല ചെറുതല്ലാത്തൊരു വിഷമമുണ്ട്. ഒരു ചോദ്യം കൂടെ, ഈ ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു സീൻ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ സീൻ ചിലപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിലെ സീനാകുമെന്ന് പലരും കരുതി. കമന്റ് സെക്ഷൻ കണ്ടിട്ടുണ്ടാവല്ലേ ഈ സീൻ? ഇതിന് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് പ്രൊമോഷൻ ഉപയോഗിച്ചത്. ആദ്യം തന്നെ ഞങ്ങൾ ഭൂതകാലത്തിന്റെ കുറെ പോസ്റ്റേഴ്സ് വെച്ച് വിട്ടു. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ കാലം ഒരു തലയിലടിച്ചു, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളതെല്ലാം ശ്രമിച്ചു. കാരണം അതാണ് സ്ട്രാറ്റജി. എന്തൊരു പുതിയ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്രസന്റിലെ ലുക്കുകൾ വിട്ടു, പിന്നെ ട്രെയിലർ ഇങ്ങനെ വന്നു, പിന്നെ പ്രൊമോസിങ്, അങ്ങനെ ഒരു ബോധപൂർവമായ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ ഇതിന്റെ പ്രൊമോഷനിൽ പ്രയോഗിച്ചത്. അത് ആ പോസ്റ്റർ വിട്ടതിൽ തൊട്ട് തുടങ്ങി. പിന്നെ ഇനിയിപ്പം ആ സീൻ കണ്ടത് കൊണ്ട് ആട് 4 വരുമ്പോഴത്തേക്കും അറക്കൽ അബുവിന്റെ കൺക്ലൂഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നത്. 2 തവണ പുള്ളി തല്ലി മേടിച്ചു കഴിഞ്ഞു, അദ്ദേഹം തിരിച്ചടിച്ചിരിക്കും. അതായിരിക്കും പുള്ളിയുടെ ക്യാരക്ടർ കൊടുക്കാൻ പോകുന്ന ക്ലോഷർ. കൈവെട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തിരിച്ചെങ്കിലും അടിച്ചിരിക്കും. അതാണ് പുള്ളിക്ക് കൊടുക്കാവുന്ന ക്ലോഷർ.
എന്തിനു പാട്ടൊക്കെ ചാവാനോ ഷൂട്ടിനിടയ്ക്ക്? ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ ഒരു വെടിച്ചേട്ടനുള്ള ഒരു പാട്ടൊക്കെ എടുക്കുന്നത്. ഞാൻ ഒരിക്കലും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമായിരുന്നില്ല. എനിക്കതൊരു സന്തോഷമുള്ളത് വേണുചേട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരു ആളുടെ കൂടെ ഇത് ചെയ്തതല്ലാതെ ഒരു ബോംബെ സ്റ്റുഡിയോ ആയിട്ട് ഞാൻ കയ്യൊപ്പ് ചെയ്തില്ലല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷമാണ് കൂടുതൽ. എന്ത് സംഭവം അറിയോ, ഇതിനകത്ത് ഇത്രയും വലിയ കോടികൾ റിസ്ക് എടുക്കുന്ന ഇദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ 2 വേഷത്തിലൂടെ നിൽക്കേണ്ട ആക്ടർ കൂടിയാണ്. അതിന്റെ സന്തോഷത്തോടെ കാണുന്നത് ഇതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ അത് ഒരു വലിയ ടാസ്ക്കാണ്. ഇനി അതിനെക്കുറിച്ച് ഈ പറഞ്ഞ നമ്മൾ അങ്ങനത്തെ ആലോചനകളിലേ പോയിട്ടില്ല. ആദ്യം തൊട്ടേ ഒരു പാർട്ട്ണർ എന്നുള്ള ലൈൻ തന്നെയായിരുന്നു അദ്ദേഹം മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യത്തിന് കറക്റ്റ് വേണിച്ചേട്ടൻ വന്നിരുന്നു. അടുത്ത മേടിച്ചോട്ടുണ്ടാവുമല്ലോ അല്ലേ? ആളിന്റെ സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ ഭാര്യയായ സ്ക്രിപ്റ്റാണ് പുള്ളിക്ക് കൊടുത്തത്. നമ്മൾ 2 പാർട്ട് ഫിലിം എന്ന് പറഞ്ഞത് തന്നെയാണ് സംശയം. എന്തൊരു കുത്തിത്തിരിപ്പൊന്നും ഇങ്ങനെ സൈഡിലിരുന്നുണ്ട് ആ സീൻ കേട്ടിങ്ങനെ കട്ടികളെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇവിടെ വന്നതിനും. ഇനി നമുക്ക് എല്ലാവർക്കും ഇതിന്റെ സക്സസ് സെലിബ്രേഷന് നമുക്ക് ഒരുമിച്ച് കൂടാം. റിസ്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു ചോദിച്ചാൽ ഡബിങ് സ്യൂട്ടിൽ വന്നിട്ട് കരഞ്ഞ് കണ്ണീര് കുടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ മുഴുവൻ ചെറിയ ആട്ടം തൂക്കുന്ന ചെറിയ സീൻ മറ്റേ ഡബിയെ വന്നിട്ട് കേട്ടിട്ട് പോയ ആളാണ്. അതിലേക്ക് ലാസ്റ്റ് 5 ദിവസം കൊണ്ടാണ് ഡബിങ് പൂർത്തിയാക്കിയത്. ഇതിന് മതിയാവില്ല. ഞാൻ പോണ ദിവസമൊക്കെ കുറെ പേരുണ്ട്, അത് എന്നെ വീണ്ടും ജയിപ്പിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇതിന്റെ ഇഷ്ടം വരാൻ ഡബിയാണ്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ആ സീൻ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യത്തില് വർക്കൗട്ടായി. പി ശശി ഇദ്ദേഹം തമ്മിലുള്ള പുള്ളി വന്നു സഭ മറ്റേ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളില്ലാതെ പുള്ളി വളരെ ഗംഭീരമായിട്ട് ആ സിനിമ ചെയ്തു. ആ സീൻ കാത്തുന്നത് കാണും മനസ്സിലാവുന്നത് വർക്കൗട്ട്. അല്ല തിരിച്ചു പറയുന്ന ഡയലോഗെല്ലാം എഴുതിയ പുള്ളി തന്നെയാണ്. അതെ, ഞാനും ഇതിലും കൂടെ അപ്പൊ ഓക്കെ. അപ്പം എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ബാക്കി നമുക്ക് ഇതിന്റെ സക്സസ് മീറ്റിൽ കാണാം. കൂടെ നിന്നതിനും പ്രോത്സാഹിപ്പിച്ചതിനും ആടിനെ ഇതുവരെ എത്തിച്ചതിനും എല്ലാവർക്കും ആട് ടീമിന്റെ പേര് നല്ലൊരു സെലിബ്രേഷൻ നമുക്ക് ഇതിന്റെ സക്സസ് മീറ്റിന് എല്ലാവരുമായിട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.